ഇന്ന് ഹിരോഷിമ ദിനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ സ്പാർട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. 40,000-ഓളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 5 ഹിരോഷിമ ദിനം ആഘോഷിക്കും. ഹിരോഷിമയുടെ ചരിത്രപരമായ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ സന്ദർശിക്കാൻ പറ്റിയ ചില സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ഹിരോഷിമയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്ക് ബോംബാക്രമണത്തിന്റെ ഇരകൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പാർക്ക്. ഇതിൽ നിരവധി സ്മാരകങ്ങളുമുണ്ട്. മറ്റൊന്നാണ് ഷുക്കിയൻ ഗാർഡൻ. യുദ്ധഭൂമികളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു പരമ്പരാഗത ജാപ്പനീസ് ഉദ്യാനമാണ് ഷുക്കിയൻ ഗാർഡൻ. 1620 മുതൽ ആരംഭിച്ച ഈ ഉദ്യാനം എഡ്വേർഡ്സ് ഹൗസിന്റെ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് ഒരു നേർക്കാഴ്ചയാണ്. മനോഹരമായി രൂപകൽപ്പന ചെയ്ത കുളങ്ങൾ, ടീ ഷോപ്സ്, സീസണൽ പൂക്കൾ എന്നിവയുമുണ്ട്. ഒക്കോണി മുമുറ. യഥാർത്ഥ ജാപ്പനീസ് പാചക രീതിയുടെ രുചി ആസ്വദിക്കണമെങ്കിൽ ഒക്കോണി മിമുറ സന്ദർശിക്കാം. ഈ ഭക്ഷണ ഗ്രാമം ഹിരോഷിമയിലെ വൈവിധ്യമാർന്ന ചേരുവകൾ നിറഞ്ഞ ഭക്ഷണമാണ് സന്ദർശകർക്കായി ഒരുക്കുന്നത്. ബോംബാക്രമണത്തിന്റെ സ്മാരകമായ ഹിരോഷിമ സമാധാന സ്മാരകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. യുദ്ധാനന്തരം പുനർനിർമ്മിച്ചതിന് ശേഷം ഹിരോഷിമ പടിഞ്ഞാറൻ ചുഗോഗു മേഖലയിലെ ഏറ്റവും വലിയ നഗരമായി മാറിയിരിക്കുന്നു. യുദ്ധം സർവനാശമാണ്. ഇന്നും നേരിട്ടുമല്ലാതെയും യുദ്ധം നമുക്കിടയിലുണ്ട്. അത് അവസാനിപ്പിച്ചേ തീരൂ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.